ഇവരുടെ പ്രണയവിവാഹമായിരുന്നു. വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നത്. പിന്നീട് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തു. ഈ യാസറുമായിട്ടുള്ള ഒരു അടുപ്പം അയൽവാസിയാണല്ലോ, അടുപ്പമുണ്ടാവുകയും അങ്ങനെ യാസറിൻ്റെ ഒപ്പം പോകാൻ തീരുമാനിക്കുമ്പോൾ അത് കേസായി കോടതിയിൽ നിന്നാണ് ഓൻ്റെ കൂടെ പോവുക എന്നുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ 23 വയസ്സുള്ള ഷിബില എന്നൊരു പെൺകുട്ടിയെ അതിക്രൂരമായി നോമ്പ് തുറക്കുന്ന സമയത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നൊരു ന്യൂസ് കേൾക്കാനിടയായി. ഭയങ്കര വിഷമം തോന്നിയ ഒരു വാർത്ത തന്നെയാണ്. ആ ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക, കല്യാണം ഉറപ്പിച്ചതാണ്. ഉറപ്പിച്ച് നിശ്ചയമൊക്കെ കഴിഞ്ഞതാണ്. ആ സമയത്താണ് തൊട്ടടുത്തുള്ള ചെറുക്കനുമായിട്ട് നേരത്തെ തന്നെ റിലേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒളിച്ചോടി പോകുന്നതും ഇവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതും യാസർ എന്താണ് പേര്, യാസറിൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതും അവർ രജിസ്റ്റർ വിവാഹം കഴിക്കുന്നതും നിവൃത്തിയില്ലാതെ വീട്ടുകാരത് പിന്നെ നിക്കാഹ് നടത്തി കൊടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ അതിക്രൂരമായിട്ട് ഇങ്ങനെ കൊല ചെയ്യപ്പെടേണ്ട അവസ്ഥ വന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കൊല്ലാൻ വന്ന സമയത്ത് ഉമ്മ തടുത്തു, അതുപോലെ ഉപ്പ തടുത്തു. ഉമ്മാക്കും പരിക്ക്, ഉപ്പാക്കും പരിക്കുണ്ട്. 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ തനിച്ചാക്കിയാണ് അവൻ ഇത്രയും അതിക്രൂരമായിട്ട് ഷിബില എന്ന ആ ഒരു പെൺകുട്ടിയെ കൊലയ്ക്ക് ഇരയാക്കിയത്. എന്താ പറയുക, നേരത്തെ തന്നെ മാതാപിതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇവൻ മയക്കുമരുന്നും ഇതൊക്കെ ഉപയോഗിക്കുന്ന, ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം നേരത്തെ തന്നെ മാതാപിതാക്കൾ മുന്നറിയിപ്പ് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതാണ് അവനെ കല്യാണം കഴിക്കേണ്ടെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടും കേൾക്കാതെ അവനെ തന്നെ മതി എന്ന് പറഞ്ഞ് വേറൊരു കല്യാണം ഉറപ്പിച്ചിട്ട് പോലും അവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന അവസ്ഥ വരെ എത്തിയത്. ഇതിപ്പോൾ ലാസ്റ്റ് ഇപ്പം മരണത്തിലും കൊണ്ട് എത്തിച്ചു എന്ന് പറയാം. അതാണ് മാതാപിതാക്കൾ ഒന്നും കാണാതെ അവരൊന്നും പറയില്ല. അപ്പോൾ അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട് എന്നുള്ളത് പെൺകുട്ടികൾ ചിന്തിക്കണം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ പ്രണയിക്കുന്ന സമയത്ത് അവരുടെ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അതിൽ ആ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുതെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അത് ഒരിക്കലായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് മുക്തി അവർക്ക് ഉണ്ടാവില്ല. അവർ അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ലഹരി വസ്തുക്കളാണെങ്കിലും മയക്കുമരുന്നുകളാണെങ്കിലും അതവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് അതിന്നൊരു മോചനം ഉണ്ടാവില്ല. അപ്പോൾ മാതാപിതാക്കളിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ പെൺകുട്ടി ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, ഒളിച്ചോടി പോയി എന്ന് കേൾക്കേണ്ടി വന്നു. അതും 3 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞിനാണ് ഉമ്മയില്ലാതായി പോയത്. ഇവനുണ്ടല്ലോ, നേരത്തെ ഒരു ആഷിഖ് എന്ന് പറഞ്ഞൊരു ക്യാൻസർ രോഗിയായ ഉമ്മാനെ കൊന്ന ഒരുത്തൻ ഉണ്ടായിരുന്നില്ല, ആഷിഖ് എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം കണ്ടതാണ്, വെട്ടി നുറുക്കി കൊന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. ആ ആഷിഖിൻ്റെ ഉറ്റ സുഹൃത്താണ് ഇവനും എന്നാണ് പറയുന്നത്. അപ്പോൾ ആഷിഖും ലഹരിക്ക് അടിമയായിരുന്നു. അപ്പോൾ അവൻ്റെ തന്നെ സുഹൃത്താണ് ഇവനും. അപ്പോൾ രണ്ടുപേരും ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. മയക്കുമരുന്ന് അങ്ങനെയുള്ള പല ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ഇവനും സ്വീകരിച്ചിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഷോക്കായി പോയി. എന്താ ഈ ഒരു തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ അഥവാ അത് ഇങ്ങനെയുള്ള ഉപയോഗങ്ങളുള്ള ചെറുക്കന്മാരാണെങ്കിൽ ഒരിക്കലും ആ ഒരു ആളെ സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്. എനിക്കും 2 പെൺമക്കളാണ്. ഇങ്ങനെയുള്ള അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ആർക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഒരു പ്രായം, വെറും 23 വയസ്സുള്ള പ്രായം എന്ന് പറയുമ്പോൾ എന്താണ് അറിയുന്നത് അല്ലേ? ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടം തോന്നുന്നൊരു ഈ റമദാൻ മാസം കാലത്ത് തന്നെ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഭയങ്കര തന്നെയാണ്. ആ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭയങ്കര ദയനീയം തന്നെയാണ് ഈ ഒരു അവസ്ഥ. ഇവൻ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞ് പിന്നെ ഇവൻ മുങ്ങുമായിരുന്നു. പിന്നെ 5 മണിക്കൂറിന് ശേഷം ഇവനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് അങ്ങനെ എന്തോ ഇവനെ പിടികൂടുമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്ത് തന്നെയാണെങ്കിലും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഇവനക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം. ആർക്കും ഇങ്ങനൊരു വിധി വരാതിരിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്നാലും ആ നാട്ടുകാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കൂ. ഭർത്താവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ ആ കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചു. അങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഈ വിവരം ഇത് കണ്ടതോടുകൂടി ഇവർ പേടിച്ചിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റും SLC ബുക്കും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള സകല രേഖകളും അവൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ആ രേഖകൾ ഇവനോട് ആവശ്യപ്പെട്ടു. ഇവൻ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ തൊട്ടയൽവക്കത്ത് തന്നെയാണ് എൻ്റെ വീട്. ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ പിതാവ് മുൻ പഞ്ചായത്ത് മെമ്പറാണ്. അങ്ങനെ ഇവർ എൻ്റെ പിതാവിൻ്റെ അടുത്ത് വരുന്നു. വന്നതിന് ശേഷം ഇതെങ്ങനെയും ഒന്ന് വാങ്ങി തരണില്ലേ, അവൻ കത്തിച്ച് കളയുമെന്ന് പറയുന്നു. അങ്ങനെ എൻ്റെ പിതാവ് ഇവനെ വിളിച്ചു വരുത്തി അത് രേഖകൾ ഇതൊക്കെ കൊടുക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അവൾ ഇപ്പോൾ എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധം പിരിയണം. ഈ രണ്ടിലൊന്ന് ഇപ്പോൾ നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുമായിട്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പിരിയുന്നതും കൂടെ പോകുന്നതും ഒന്നും ഇപ്പോൾ ആലോചനയിലില്ല. നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം
പക്ഷേ ഇപ്പോൾ ഈ രേഖകൾ തിരിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ തന്നെ പറയുന്നു, ഈ രേഖകളെല്ലാം നീ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണ്ട, നീ എൻ്റെ അടുത്ത് തന്നാൽ മതി, ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കാം, അല്ലാതെ അവിടെ പോയി മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, വീട്ടിലേക്ക് പോകണ്ട, ഇവിടെ വന്ന് തന്നാൽ മതി എന്ന് പറയുന്നു. അത് പ്രകാരം എത്തിക്കാമെന്ന് പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇവൻ പോകുന്നത്. അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഈ ഷിബിലയുടെ, കൊല്ലപ്പെട്ട ഷിബിലയുടെ SSLC ബുക്ക് ഈ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഈ മരണം നടക്കുന്നതിന് മുൻപ് വന്നിട്ടുണ്ട് ഇവിടെ, ഉച്ചയ്ക്ക് തന്നെ വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഈ വീട്ടിൽ ഇവൻ വളരെ ഡീസൻ്റായി വരുന്നു. വന്നതിന് ശേഷം SSLC ബുക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ വൈകുന്നേരം വരും, നമുക്ക് സലാം ചൊല്ലി പിരിയാം എന്നും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ വന്നത് SSLC ബുക്ക് കൊടുത്ത് പോയ ഒരു വ്യക്തി കൂടിയാണ്. വർഷങ്ങളായിട്ട് ഈ കുട്ടി ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ്, ഷിബില എന്ന് പറയുന്നത്. ആ കാണുന്ന വീട്ടിലായിരുന്നു, തൊട്ടടുത്ത വീട്ടിൽ. ഇത് തമ്മിൽ ഏകദേശം 30 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. 5 വർഷങ്ങൾ മുമ്പ് അവരവിടെ താമസിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഇവിടെ പ്രണയബന്ധരാകുകയും ഈ പ്രണയത്തെ ഈ ഷിബിലയുടെ വീട്ടുകാർ എതിർത്തു, അതിന് സമ്മതിച്ചു കൊടുത്തില്ല. ഷിബിലയുടെ വീട്ടുകാർ എതിർത്തപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയ വ്യക്തിയാണിത്. വീട്ടുകാർ എതിർപ്പിന് കാരണം ഇവൻ്റെ സ്വഭാവത്തിലുള്ള പ്രത്യേകതയായിരുന്നു. ഇവരുടെ പ്രണയവിവാഹമായിരുന്നു. വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നത്. പിന്നീട് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തു. കുറച്ചു കാലം നല്ലോണം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷേ വീട്ടുകാരുടെ പൂർണ്ണമായ സമ്മതത്തോടെ അല്ലായിരുന്നു ഈ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ ഷിബിലക്ക് വീട്ടിൽ വന്നുകൊണ്ട് തൻ്റെ പരാതിയും വേവലാതിയും പറയാൻ ഒരു നിർവാഹവുമില്ലായിരുന്നു. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സഹികെട്ട് നിവൃത്തികെട്ട് ഒരു ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിലാണ് ഇവിടെ വന്നുകൊണ്ട് എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും ഞാൻ ആ വീട്ടിലേക്ക് അയാളുടെ കൂടെ പോകില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 4 മാസത്തോളം ഷിബില ഈ വീട്ടിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രതി വരലുണ്ടായിരുന്നു. പ്രതി വന്നുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുമെന്ന് തന്നെ പറഞ്ഞ് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തലാണ്. ഈ അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പ് വന്നു, നമുക്ക് വേറെ വീടെടുത്ത് വാടക വീട്ടിലേക്ക് താമസിക്കാം, എൻ്റെ കൂടെ വരണം എന്ന് പ്രതി പറഞ്ഞപ്പം ഈ പ്രതിയുടെ സ്വഭാവവും പല സമയത്തും ലഹരി ഉപയോഗിക്കലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട പ്രശ്നവും പൂർണ്ണമായിട്ടും ഈ ഷിബിലക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പ്രതിയുടെ കൂടെ പോവാൻ ഈ ഷിബില തയ്യാറായിരുന്നില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയുടെ മുമ്പായിട്ട് ഈ പ്രതി ഇവിടെ വന്നു. എന്തോ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നമുണ്ടായി, സംസാരമുണ്ടായി, വലിയ തോതിലുള്ള വഴക്കുണ്ടായി. അതിനുശേഷം പ്രതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട് 7 മണിക്ക് ഇവിടെ വന്നുകൊണ്ട് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷിബിലയെ കഴുത്തിന് തുടരെ 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 കുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 3 വയസ്സുള്ള ഒരു മോളുണ്ട്, പൊന്നുമോളുണ്ട്. ഈ മോളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രതി കൃത്യം ചെയ്തിട്ടുള്ളത്. 2020 മുമ്പേ ഒരു സാധാരണ അറേഞ്ച്മെൻറ്റ് ചെയ്തൊരു വിവാഹം ആലോചിച്ച അത് നിക്കാഹ് കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിയും ആ പുള്ളി ഗൾഫിൽ പോയി. പിന്നീട് ഈ യാസിറുമായിട്ടുള്ള ഒരു അടുപ്പം, അയൽവാസിയാണല്ലോ, അടുപ്പമുണ്ടാവുകയും അങ്ങനെ യാസിറിൻ്റെ ഒപ്പം പോകാൻ തീരുമാനിക്കുമ്പോൾ അത് കേസായി. കോടതിയിൽ നിന്നാണ് ഓൻ്റെ കൂടെ പോവുക എന്നുള്ളത് അന്ന് പറഞ്ഞിട്ട്. അന്ന് പരമാവധി നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അന്നും ഇവൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ലഹരിയാണ് ഇവൻ്റെ മാനദണ്ഡം എന്നറിയാം. ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അന്നും ലഹരിയുടെ ഒരു അതിപ്രസരം ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായി നമ്മൾക്ക് അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി. പിന്നീട് 1 or 2 വട്ടം അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്ന സമയത്തും പിന്മാറാൻ പല സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും പിന്മാറാൻ കഴിഞ്ഞില്ല. അന്നും ഇവൻ പീഡനുണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് പോയി എന്നുള്ളതിലേക്ക് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ളൊരു ജാള്യത ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ കാലം സഹിച്ചതാണ്. അപ്പോൾ 5 വർഷത്തോളം ഏതാണ്ട് സഹിച്ചു. അപ്പം ഇപ്പോൾ അവളെ അവിടുന്ന് തന്നെയുള്ള അക്രമവും കൊണ്ട് അവളെ ജീവന് ഭീഷണിയാവും എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ആ നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടില്ലേ, ഇവൻ ഭയങ്കരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പോൾ ആഷിക്ക് ഉമ്മാനെ കൊന്നല്ല, അവൻ്റെ ഫ്രണ്ടാണ് ഇവരും വൈകിയാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ജീവനിൽ എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർ തക്കതായിട്ടുള്ളതൊന്നും നടപടികളൊന്നും അവർ സ്വീകരിച്ചിട്ടുമില്ല. അപ്പോൾ പോലീസുകാരെ നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു പരാതി നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഇത് ഒരു ഇതും ഉണ്ടായില്ല, മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ എന്തായെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണമായിട്ട് വരുന്നത്. പോലീസുകാരൻ്റെ ഭാഗത്തും കുറേ വിട്ടുവീഴ്ചകൾ വരുന്നു. നമ്മളെന്തെങ്കിലും ഒരു പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഉടനടി ആക്ഷനൊന്നും എടുക്കില്ല. അവരുടെ എല്ലാം കഴിഞ്ഞ് അവരുടെ എല്ലാ ഇതും കഴിഞ്ഞ് അവർക്ക് തോന്നുമ്പോഴേ അവർ ആക്ഷൻ എടുക്കുകയുള്ളൂ. അതും അപ്പോഴേക്കും എന്താവും, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ജീവൻ എനിക്ക്
പേടിയുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ട് പോലും ഒരു ആക്ഷനും അവരെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പെൺകുട്ടി അവൻ എല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണ്, തീർക്കണം എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ആ വീട്ടിലേക്ക് വരുന്നത്. ഉച്ചയ്ക്ക് വന്നിട്ട് എല്ലാം സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് കുഴപ്പമൊന്നുമില്ല നമുക്ക് പിരിയാന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആൾ പിന്നെ ഇവൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ആ നോമ്പ് തുറക്കേണ്ട സമയത്ത് വന്നു കഴിഞ്ഞാൽ ആരും വീട്ടിലുണ്ടാവില്ല, ആ ചുറ്റുവട്ടത്തൊന്നും ആരും ഉണ്ടാവില്ലല്ലോ, സൗണ്ടോ ഒന്നും കേൾക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. നോമ്പ് തുറക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ എല്ലാവരും ആ സമയത്ത് നോമ്പ് തുറക്കുന്ന ആ ഒരു തിരക്കിലായിരിക്കും. ആരും പുറത്ത് നടക്കുന്നതൊന്നും ചുറ്റും മുസ്ലിംസ് ആയിരിക്കും. കോഴിക്കോട് താമരശ്ശേരി ആ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് മുസ്ലിം ഏരിയ ആണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും നോമ്പ് തുറക്കുന്നത് തിരക്കായതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ആരും കേൾക്കാൻ സാധ്യതയുണ്ടായില്ല. അപ്പോൾ അങ്ങനെയായിരിക്കും ഇത് കൃത്യം നിർവഹിക്കുന്നതും. അവനൊരു കൂസലും ഇല്ല. അതിപ്പോൾ ആ ഒരു ഇതിലൊക്കെ ഇരിക്കുന്നത് നോക്കാം, അവനക്ക് ഒരു പ്രശ്നം ഒരു കൂസലും ഒന്നുമില്ല. അവൻ നല്ല ഇതായിട്ടാണ് ചിരിച്ച് കളിച്ച് നല്ല ഇതായിട്ടാണ് അവൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാർക്ക് ഇത് തന്നെയാണ്. അവർ അവർ എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയാണെന്ന്, എൻ്റെ പെങ്ങളാണെന്നുള്ളത് യാതൊരുവിധ ചിന്തകളും അവർക്ക് ഉണ്ടായില്ല. അവർക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, അവർക്ക് നടക്കാത്തതായിട്ട് എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർക്കുക, ആ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പറ്റം യുവാക്കൾ ഇത്രയും ലഹരി ഉപയോഗിക്കുന്ന ഒരു ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവണം. നമ്മൾ മക്കളെ വളർത്തുന്നതാണ്, നാളെ എന്താവും ഏതാവും എന്നുള്ളൊരു ഇപ്പം തന്നെ നമുക്ക് പേടിയാണ്. ഇതിന് തക്കതായിട്ടുള്ളൊരു ഇത് ഗവൺമെൻറ് തന്നെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, മിഠായി രൂപത്തിലും പല രീതിയിൽ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും എല്ലാം കേൾക്കേണ്ടി വരുന്നത് ഇതിൻ്റെ ഉപയോഗമാണിത്, നിർത്തണം. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വന്നപ്പോഴും നമ്മുടെ മക്കളെ കൂടുതൽ ടൈം അവർ സ്കൂളിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്കൂളുകാർ ശ്രദ്ധിക്കണം, അതുപോലെ മാതാപിതാക്കളും അവരെവിടെയാണ് പോകുന്നത്, എന്താ ചെയ്യണത് എന്നുള്ളതൊക്കെ നോക്കണം. നമ്മൾക്കിപ്പോൾ ഈ മക്കൾ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ അവർ നോക്കാൻ പറ്റുള്ളൂ. കൂടുതലായിട്ടൊന്നും നമുക്ക് ഇവരുടെ പുറകെ പോയിട്ട് നമുക്ക് ഇവരെന്താ ചെയ്യണത് ഏതാ ചെയ്യണത് നമുക്ക് കൂടുതലായിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരുടെ പുറകെ നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പോൾ എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ തലമുറ തന്നെ എങ്ങോട്ടാണ് എന്താണ് എന്നുള്ള ഒരു ഇതും കിട്ടാത്തൊരു അവസ്ഥയാണ്. എന്ത് തന്നെയാണെങ്കിലും നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആർക്കും ഇങ്ങനൊരു വിധി വരാതിരിക്കട്ടെ. ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പത്രം എടുത്ത് നോക്കിയാലും TV തുറന്ന് നോക്കിയാലും ഈ ഒരു ന്യൂസ് മാത്രമേ ഉള്ളൂ കേൾക്കാൻ. എന്തായാലും എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് മാത്രം ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.